നമസ്കാരം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ നിബന്ധനകൾക്ക് വിധേയമായി പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുമെങ്കിലും സഹപ്രവർത്തകരുടെയോ കീഴ്ജീവനക്കാരുടെയോ സഹായ സഹകരണത്താൽ അന്തിമ നിമിഷത്തിൽ ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധിക്കും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സന്താനങ്ങൾ മുഖാന്തരം അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ഇടയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം ലഭിക്കും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. വാസ്തവ വിരുദ്ധമായുള്ള തോന്നലുകളെ അതിജീവിക്കുവാൻ ഈശ്വര പ്രാർത്ഥനകളും സഹപ്രവർത്തകരുടെ ആശയങ്ങളും ഉപകരിക്കുവാനിടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ മനസ്സമാധാനമുണ്ടാകും. സങ്കീർണമായുള്ള പ്രശ്നങ്ങളൊക്കെ ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ചെയ്യുന്നതിനാൽ മനോവിഷമം കുറവ് തോന്നുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് മാസത്തിന്റെ പകുതി മുതൽ 14-ാം തീയതി മുതൽ ദൂരയാത്ര വേണ്ടി വരുവാനും ചർച്ചകൾ നയിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും സാധ്യതയുണ്ട്. എന്നാൽ വിദേശയാത്രയ്ക്ക് സാങ്കേതിക കാരണങ്ങൾ തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നു. നഷ്ടപ്പെട്ട ഉദ്യോഗം തിരിച്ചു ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. വേണ്ടപ്പെട്ടവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴി മനോവിഷമം ഉണ്ടാകുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്നുകൂടി പറയുന്നു. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ ഈ 2014 ആണ്ട് ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.